ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അറിയിക്കാൻ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല സ്വീകരണം. വയനാടാണോ റായ്ബറേലിയാണോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. തീരുമാനമെടുക്കാൻ വയനാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം തേടുന്നുവെന്നും രാഹുൽ പറഞ്ഞു. രണ്ടാം തവണയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാരെ നേരിൽ കാണാനും നന്ദി അറിയിക്കാനുമാണ് രാഹുൽ വയനാട് മണ്ഡലത്തിൽ എത്തിയത്. റോഡ് ഷോയോടെയായിരുന്നു മലപ്പുറം എടവണ്ണയിലെ പരിപാടിയുടെ തുടക്കം. മുന്നണിയിലെ എല്ലാ പാർട്ടി പതാകകളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. വയനാടോ റായ്ബറേലിയോ ഏത് മണ്ഡലം നിലനിർത്തും എന്ന ചോദ്യത്തിന് സസ്പെൻസ് നിലനിർത്തിയാണ് രാഹുലിന്റെ പ്രസംഗം. ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. ഭരണഘടന കയ്യിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. And every single tradition, history is protected by the Constitution of India. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. And the fight in this election was about the Constitution. മോദിക്കെതിരായ പരാമർശങ്ങളും രാഹുൽ നടത്തി. മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ജനങ്ങളാണ് എൻ്റെ ദൈവം. വയനാടോ റായ്ബറേലിയോ എന്ന കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടിടങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. എനിക്ക് അങ്ങനെയല്ല. താൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഒരു തീരുമാനവും താൻ എടുക്കില്ലെന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവാണ് തീരുമാനമെടുക്കുന്നത് എന്നുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തത് എന്നും പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തെന്നും രാഹുൽ പരിഹസിച്ചു. ന്യൂസ് മലയാളം, മലപ്പുറം.